ഹലോ. അപ്പോൾ ഞാൻ വേറെ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊന്നും എടുത്തില്ല കേട്ടോ. ഇവിടെ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചൊരു മൊബൈൽ പൗച്ച് വാങ്ങിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ മറൈൻ ഡ്രൈവിൽ ഇഷ്ടംമാതിരി പൗച്ചിൻ്റെ ഷോപ്പാണുള്ളത്. ഏറ്റവും കൂടുതലുള്ളത് പൗച്ചിൻ്റെ ഷോപ്പാണ്, മൊബൈൽ പൗച്ചിൻ്റെ. അപ്പോൾ ഞാൻ നേരെ അങ്ങോട്ട് പോയിട്ടൊരു പൗച്ച് നോക്കാമെന്ന് വിചാരിച്ചു. കാരണം എൻ്റെ ഉള്ള ഫോണിനുണ്ടായിരുന്ന പൗച്ചെല്ലാം നന്നായി ചീത്തയായി. കാരണം കുഞ്ഞെടുത്ത് വെച്ചിരുന്ന് കളിക്കുന്നതായതുകൊണ്ടേ അത് പെട്ടെന്ന് ഒരു ലെതർ മോഡലിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ചെളി പിടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അഴുക്കായതുകൊണ്ട് അവിടെ കയറി 150 രൂപയുടെ ഒരു ഒരെണ്ണം വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ നല്ല വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നല്ല നല്ല പുതിയ വരുന്നതെല്ലാം ഇവിടെ ഷോപ്പിൽ വരും. അപ്പം മിക്കതും ഞാൻ എപ്പോഴും വന്ന് വാങ്ങിക്കുന്ന മൊബൈൽ പൗച്ച് എല്ലാം വാങ്ങിക്കുന്നത് ഇവിടെ നിന്നാണ്. ബാക്ക് കവർ വാങ്ങിക്കുന്നത്, പൗച്ച് എല്ലാം ബാക്ക് കവർ വാങ്ങിക്കുന്നത് കണ്ട. എല്ലാ ഫോണിൻ്റെയും A to Z ഫോണിൻ്റെയും പൗച്ച് ഇവിടെ കിട്ടും. ബാക്കിലെ കവർ കിട്ടും. അപ്പോൾ ഞാൻ 3-4 നോക്കി. ഇതിൻ്റെ വേറൊരു ഗ്രീൻ കളറാണ് ഇതിൻ്റെ എടുത്തത്. അപ്പോൾ ഞാൻ അതെൻ്റെ ഫോണിലിട്ടിട്ടാണ് ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ നോക്കിയപ്പം പല ഫോണിൻ്റെ ഏറ്റവും കൂടുതൽ പിന്നെ ഓപ്പോയുടെ എനിക്ക് ഓപ്പോ 11 Pro ആണ് എൻ്റെ. അതിൻ്റെ ഒന്നും പൗച്ച് അധികം കളക്ഷൻസ് ഇല്ല. ബാക്കി എല്ലാ ഫോണിൻ്റെയും നല്ല നല്ല കളക്ഷൻ ഉണ്ട്. ഏറ്റവും കൂടുതൽ ഐഫോണിൻ്റെ കളക്ഷൻസ് ഇഷ്ടം മാതിരി ഉണ്ട്. പുതിയ നല്ല മോഡലിൽ എന്താ പറയുക ക്യൂട്ടായിട്ടുള്ള കവറുകൾ ഇഷ്ടംമാതിരി ഉണ്ട്. അപ്പം ഞാനപ്പോൾ എൻ്റെ ഊരി വെച്ചിട്ട് ഞാനെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. എനിക്കിതുപോലെ നല്ല ക്യൂട്ടായിട്ടിരിക്കുന്ന കാണാനൊക്കെ ഭയങ്കര ഇഷ്ടം. പക്ഷേ എനിക്ക് എൻ്റെ ഫോണിന് അങ്ങനത്തെ കിട്ടിയില്ല. ഇങ്ങനത്തെയൊക്കെ ഇഷ്ടംമാതിരി നോക്കിയിട്ടും എനിക്ക് വെറൈറ്റി ആയിട്ട് കിട്ടിയില്ല. അത് വരുന്നതേ ഉള്ളൂ എൻ്റെ ഫോണിൻ്റെ. ബാക്കിയൊക്കെ വിവോയ്ക്കൊക്കെ ഇഷ്ടംമാതിരി ഉണ്ട്. വിവോ, ഐഫോണ്, അതിൻ്റെയൊക്കെ ഇഷ്ടംമാതിരി കളക്ഷൻസ് ഉണ്ട്. ഈ ഒരു സെക്ഷൻ ഫുൾ ഐഫോണിൻ്റെ താഴത്തോട്ടെല്ലാം കേട്ടോ. അതിൻ്റെ ഇതാണ് നല്ല രസമുള്ള കവറുകളുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതേപോലെയൊക്കെ എൻ്റെ കളക്ഷൻസ് ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ഇത് ഫോണിൻ്റെ ഓപ്പോടെ വരുന്നതേ ഉള്ളെന്ന് പറഞ്ഞു. പിന്നെ അത് ഞാൻ നല്ലൊരു ഫോണിൻ്റെ ബാക്ക് കവർ പെട്ടെന്ന് ചീത്തയാകാത്തൊരു ബാക്ക് കവർ എടുത്തിട്ട് ഇറങ്ങി. അപ്പോൾ എന്തായാലും ബസ് സ്റ്റോപ്പിലോട്ട് നടക്കണം. അപ്പോൾ ഞാൻ മറൈൻ ഡ്രൈവ് ഇറങ്ങിയിട്ട് അതിലെ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് പോകാമെന്ന് വെച്ചാൽ. കാരണം ഹൈക്കോർട്ടിലോട്ട് നടക്കണം. അപ്പം മറൈൻ ഡ്രൈവ് ഇറങ്ങി കാഴ്ച കണ്ട് കാറ്റൊക്കെ കൊണ്ടങ്ങ് നടക്കാമെന്ന് വെച്ചാൽ. എന്തായാലും വെയിൽ കൊണ്ട് നടക്കുന്നതല്ലേ. അപ്പോൾ എന്തായാലും ഈ മറൈൻ ഡ്രൈവിൽ കൂടെ നടക്കുന്നവരാണെങ്കിൽ സൂക്ഷിക്കണം. കുട നിവർത്തി വേണം നടക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ കാക്ക തലയിൽ കാഷ്ടിക്കും. എൻ്റെ പൊന്നി കാക്ക, പ്രാവ്. നിങ്ങൾക്ക് തറയിൽ നോക്കുമ്പോൾ ഞാനിപ്പോൾ നടക്കുമ്പം അതിൻ്റെ തറയിൽ ഞാനിങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. കാഷ്ടിച്ചിട്ടേക്കുന്ന കാണണം. ഇപ്പോൾ വേലിയേറ്റ സമയമാണ് കേട്ടോ. അതുകൊണ്ട് നല്ല വെള്ളം കയറി വരുന്നുണ്ട്. ഇല്ലെങ്കിൽ ഇവിടെയൊക്കെ നല്ല empty ആയിട്ട് കിടക്കും. വെള്ളം വന്ന് തെരയിൽ ഇങ്ങനെ അടിക്കുന്ന താഴെ കാണാം. ചെളിയൊക്കെ ആയിട്ട് കിടക്കണതാണ്. ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല. നന്നായിട്ട് വെള്ളമുണ്ട്. വേലിയേറ്റ സമയമാണ്. ഉച്ച സമയം ആയതുകൊണ്ട് വേലിയേറ്റ സമയമാണ്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് വെള്ളം കയറി കിടക്കുകയാണ്. വാട്ടർ മെട്രോ ദൂരത്ത് പോകുന്നത് കാണാം. അപ്പുറത്തെ സൈഡിൽ നിന്ന് മെട്രോ ഉണ്ട്. മെട്രോ സർവീസില്ലേ, വാട്ടർ മെട്രോ. അപ്പോൾ അതിൻ്റെ ഇതാണ് ദൂരത്തെ സൂം ചെയ്തെടുത്താണ് കേട്ടോ. നല്ല വെള്ളം, നല്ല കാറ്റുണ്ട്. ഞാൻ നോക്കാം. അധികം വെയിൽ കൊള്ളാൻ നിന്നില്ല. കാരണം നല്ല തലവേദന ഉണ്ടായിരുന്നു. രാവിലെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വെയിലൂടെ കൊണ്ടു കഴിഞ്ഞാൽ നല്ല രീതിക്ക് തലവേദന എടുക്കും. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ പയ്യനെ നടന്ന് കയ്യിൽ പഴയ പൗച്ച് ഊരി കൈ പിടിച്ചേക്കണ്ട. എൻ്റെ ഒരു ഗ്രീൻ കളറായിരുന്നു പഴയ പൗച്ച്. ഇത് ബോട്ട് ചട്ടിയായിരുന്നു. ഇപ്പോൾ അവിടെ ഒന്നുമില്ല, ക്ലോസ് ചെയ്തിട്ടേക്കുക. കണ്ട തറയിൽ പൂവാണെന്ന് വിചാരിക്കല്. വെളുത്ത് കിടക്കുന്ന പൂവല്ല, കാക്കയുടെയും പ്രാവിൻ്റെയും കാഷ്ടമാണ് കിടക്കുന്നത്. പൂ പോലെ കിടക്കുന്നത്. കുട നിവർത്തി നടന്നില്ല എന്നുണ്ട് എപ്പോഴാണ് നമ്മുടെ തലയിൽ അല്ലെങ്കിൽ ദേഹത്തോ കാഷ്ടിച്ച് വെക്കുന്നതെന്ന് പറയാൻ പറ്റൂല. ഇതിന് ഇടയിലൊന്നും ഇവിടെ ഇങ്ങോട്ടൊന്നും വരാൻ പറ്റില്ല. കാരണം ടൂറിസ്റ്റിൻ്റെ ഒക്കെ ഏരിയയാണ്. ടൂറിസ്റ്റുകാർ ഇഷ്ടം മതിയുണ്ട്. തിരക്കാണ് ഭയങ്കര. ഇന്ന് പക്ഷേ ഞാൻ വന്നപ്പോൾ ഒന്നും തിരക്കൊന്നുമില്ലായിരുന്നു. ഇത് കാണുമ്പോൾ എനിക്ക് മറ്റേ വെള്ളി നക്ഷത്രം മൂവിക്കകത്ത കുക്കുരു പാട്ടില്ലേ, ആ പാട്ടിൻ്റെ സീനിന് ഇവിടെ വെച്ചല്ലേ എടുത്തേ. എപ്പോൾ ഇവിടെ വന്നാലും എൻ്റെ മൈൻഡിൽ പെട്ടെന്ന് വരുന്ന പാട്ടാണ്. വേറെ എനിക്ക് അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഒരു ഇത് വരുമല്ലോ, അത് എനിക്ക് ആ പാട്ടാ മൈൻഡിൽ വരുള്ളൂ. ആ കൊച്ചിനെയും ആ പാട്ടുമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ നിറയെ ബോട്ടൊക്കെ കിടപ്പുണ്ട്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു 2 രൂപ കൊടുത്ത് പോകുന്ന സർവീസിന് പോകുന്ന ഇപ്പുറത്തെ സൈഡിലല്ലേ കണ്ടോ. ഈ ഇപ്പുറത്തെ സൈഡിൽ ആദ്യം കാണിച്ച സൈഡിൽ 2 രൂപ കൊടുത്ത് പോകുന്ന ബോട്ടാണെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് കുറേ നേരം സെൽഫിയൊക്കെ എടുത്ത് ഫോട്ടോയൊക്കെ എടുത്ത്. ഒറ്റയ്ക്കല്ലേ ഉള്ളു, ചുമ്മാ എല്ലാം കൊണ്ടൊന്ന് കണ്ട്. നല്ല കാറ്റുണ്ടായിരുന്നു, അതുപോലെ വെയിലും ഉണ്ടായിരുന്നു. പിന്നെ അതെല്ലാം ഒന്ന് കണ്ട്. കുറേ നാളായി ഞാൻ കേട്ടോ ഇങ്ങോട്ടൊക്കെ ഇറങ്ങിയിട്ട്, ഒരുപാട് നാളായി. അപ്പോൾ ഞാൻ ഇത് കുഞ്ഞിനെ കൊണ്ടൊരു വട്ടം ഇങ്ങോട്ട് വന്നത്. അതിൻ്റെ ഞാനൊരു വീഡിയോ ഒരു ദിവസം ഞാൻ കാണിക്കാം. അവൾ കുഞ്ഞായിരുന്ന സമയത്ത്, അതായത് 2 വയസ്സിന് മുന്നേ
വയസ്സിനെങ്ങാണ്ടാണ് ഇങ്ങോട്ട് വന്നത്. പിന്നെ അങ്ങോട്ട് വന്നിട്ടില്ല. പിന്നെ ഇപ്പോഴാണ് വരുന്നത്. കുഞ്ഞിനിപ്പോൾ 3 വയസ്സായി, 1 വർഷത്തോളമായി ഇങ്ങോട്ട് ഇറങ്ങിയിട്ടേ ഇല്ല. കാരണം ഇത് പഴയ മറൈൻ ഡ്രൈവാണ് കേട്ടോ. ഇവിടെ നിന്നാണ് ബോട്ട് സർവീസൊക്കെ ഉള്ളത്. എപ്പോഴും വരുന്നത് പുതിയ മറൈൻ ഡ്രൈവ് അപ്പുറത്തെ സൈഡാണ് വരുന്നത്. അവിടെ വന്നിട്ട് കുറച്ച് നേരം നടന്നിട്ടൊക്കെ തിരിച്ച് ബൈക്കിന് അങ്ങ് വീട്ടിലോട്ട് പോകും. ഇങ്ങോട്ട് വരുന്നത് കുറവാണ്. ഈ നേരത്തെ ആൾക്കാർ കൂടുതലായിട്ടുണ്ടായിരുന്ന ഇവിടെയാണ്. ബോട്ട് സർവീസൊക്കെ ഇവിടെയാണ് കേട്ടോ. പിന്നെ ഞാൻ പയ്യെ നടന്നത് വന്നപ്പോൾ ഒരു പേരയ്ക്ക കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്, അത് ഒരെണ്ണം മേടിച്ച് കഴിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ സ്റ്റാച്ചു ഒക്കെ നോക്കി നിറയെ വേസ്റ്റ് കിടക്കുന്നുണ്ട. ഈ വേലിയേറ്റ സമയത്തുള്ള വേസ്റ്റ് മൊത്തം കിടക്കുന്നതെല്ലാം കയറി വരും. കുപ്പി, ഇത് ടൂറിസ്റ്റുകളൊക്കെ വരുന്ന സമയത്ത് ഇട്ടിട്ട് പോകുന്നതാണ്. മൊത്തം ഈ മിനറൽ വാട്ടറിൻ്റെ കുപ്പിയാണ് മിക്കതും കിടക്കുന്നത്. പിന്നെ ചെരുപ്പ് കിടക്കുന്നുണ്ട്. ഇഷ്ടംപോലെ ചെറുതും വലുതുമായിട്ടുള്ള മിനറൽ വാട്ടറിൻ്റെ കുപ്പിയാണ് കിടക്കുന്നത്. അപ്പം ബോട്ടിലൊക്കെ പോകുമ്പോൾ വെള്ളം കൈ മേടിച്ച് വെച്ചേക്കുക. അതിനകത്തൊന്നും കിട്ടൂലല്ലോ, 1 മണിക്കൂർ ബോട്ട് സർവീസ് വരുന്നത്. അപ്പോൾ കുടിക്കാനൊക്കെ ആയിട്ട് കൊണ്ടുവന്ന വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ തന്നെ കായലിലോട്ട് ഇട്ടേക്കുമല്ലോ. പിന്നെ അതാണ് വേസ്റ്റ് എല്ലാം കിടക്കുന്നുണ്ട്. പിന്നെ ഞാനിങ്ങനെ വീഡിയോ എടുത്ത്, കാരണം ഒത്തിരി നേരം എടുക്കാൻ പറ്റില്ല. അവിടെ ആൾക്കാരൊക്കെ, ഞാൻ മിക്കതും ആൾക്കാരെ അവോയ്ഡ് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒത്തിരി ആൾക്കാർ വരുന്ന സമയത്ത് ഞാൻ വീഡിയോ കട്ട് ചെയ്യും. പിന്നെ അതൊരു പ്രശ്നമാകണ്ടല്ലോ. ഞാൻ അവരുടെ അനുവാദമില്ലാതെ അവരെ പോസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് പ്രശ്നം വേണ്ട. പിന്നെ ഞാൻ അതിലേക്കൂടെ ഇതിൻ്റെ ഇവിടെയാണ് ബോട്ട് സർവീസിനൊക്കെ ടിക്കറ്റ് എടുക്കാമെന്ന കൗണ്ടർ ഉണ്ടായിരുന്നു. അവിടെ വിളിക്കുന്നുണ്ട്, സൈഡിലെല്ലാം നിന്ന് വിളിക്കും നമ്മളെ. പിന്നെ ഞാനിവിടെ വന്നൊരു വലിയ ബോട്ട് കാണുന്നത്, ഇപ്പോൾ പുതിയതായിട്ട് പണിത് ഇറക്കിയ ബോട്ടാണെന്ന് ഞാൻ കാണിക്കട്ടാ. സൈഡിൽ കണ്ടോ, ഇപ്പോൾ പുതിയതായിട്ട് പണിത്. ഇതിന് മുന്നേ ഞാൻ വന്നപ്പോൾ ഇത് കണ്ടിട്ടില്ല. പുതിയതാണെന്ന് തോന്നുന്നു. വലുതാണ് കേട്ടോ, നല്ല സൈസുണ്ട് ഇതിന്, നല്ല പൊക്കം. എനിക്ക് റൂമൊക്കെ ഉള്ളതാണെന്ന് തോന്നുന്നു. റൂമൊക്കെ ഉള്ള ബോട്ടാണെന്ന് തോന്നുന്നു. ചില ലോങ് ട്രിപ്പൊക്കെ എടുക്കുന്ന റിസപ്ഷനും കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റുന്ന രീതിയിലുള്ള വലിയ ബോട്ട്, നല്ല AC ഒക്കെ ഉള്ള ഇതാണെന്ന് തോന്നുന്നു. അത്ര നല്ല വലിയ ബോട്ടായിരുന്നു. പിന്നെ അതെല്ലാം കാഴ്ചകളൊക്കെ കണ്ട്, ഇത് കണ്ട് നല്ല രസമില്ലേ, മറ്റേ മെട്രോ പോലിരിക്കുന്ന. ഇതൊക്കെ പുതിയതാണ് കേട്ടോ, ഇതൊന്നും ഇതിന് മുന്നേ ഞാൻ കണ്ടിട്ടില്ല. ഈ സൈഡിൽ കിടന്ന ബോട്ടുകളൊക്കെ പുതിയതാണ്. ഇതിനു മുന്നേ ഉണ്ടായിരുന്നു കാണും, വല്ല റിപ്പയറിനോ കാര്യങ്ങളോ എല്ലാം കയറ്റിയതായിട്ടുണ്ടാവും. പക്ഷെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇപ്പോൾ നേരെ കാണുന്ന മറ്റേ ബ്ലൂ കളറിൽ മേളിൽ കമ്പിയുടെ ഇത് കാണിച്ചേക്കുന്നുണ്ടല്ലോ, അത് വാട്ടർ മെട്രോ സ്റ്റേഷനാണ് കേട്ടോ. അവിടെ ഇതുവരെ ഇത്രയും നാളായി വാട്ടർ മെട്രോ വന്നിട്ട്, എത്ര നാളായി. ആൾക്കാരൊക്കെ പത്തനംതിട്ടയിൽ നിന്നും അവിടെ നിന്ന് ഇവിടുന്ന് ഒക്കെ വന്ന് ഇതിനകത്ത് കയറി. തൊട്ടടുത്ത് കിടക്കുന്നതാണ് ഞാൻ വൈപ്പിനിൽ. ഇതേവരെ ഞാനിവിടെ വന്നിട്ട് കയറിയിട്ടില്ല ഇതിനകത്ത്, വാട്ടർ മെട്രോയിൽ കയറിയിട്ടേ ഇല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി അത് ചെറിയൊരു വീഡിയോ, ചുമ്മാ ഒരു രസത്തിനെടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കണ്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.